ജമാഅത്തെ ഇസ്ലാം ഒരു വല്ലാത്ത കുതന്ത്രമുള്ള ഒരു വിഭാഗമാണ്. അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കുറ്റ്യാടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നന്നായി ജമാഅത്തെ ഇസ്ലാമിയെ പരിചയമാണ്, നല്ല പരിചയം. വലിയ ഒരു മഹാനായ സയ്യിദിന്റെ മഖ്ബറ കുറ്റ്യാടിയിൽ അടിച്ച് പൊട്ടിച്ച് തകർത്തത് അവരാണ്. മുജാഹിദുകൾ അവർ പല സ്ഥലങ്ങളിലും മഖ്ബറകൾ തകർത്തിട്ടുണ്ട്. എന്നാൽ അത് വലിയ അഭിമാനത്തോടുകൂടി എഴുതി വെച്ചവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും, രണ്ട് കക്ഷികളും. ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല, മുജാഹിദ് അങ്ങനെയൊക്കെയാണ് എന്ന് ഏകദേശം ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പ്രത്യേകം മുസ്ലിമീങ്ങളെ ഉണർത്തുകയാണ്. അവിടെ മഖ്ബറ തകർത്തത് ആരുടേതാണ്? ഒരു വലിയ സയ്യിദിന്റേതാണ്, വലിയൊരു തങ്ങളുടേതാണ്. എന്താണ് അവരത് തകർക്കാൻ കാരണം? കാരണം തങ്ങന്മാരുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല, തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല, ആ കൈകൾ കൊത്തിക്കളയണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം. തങ്ങന്മാരെ കൈപിടിച്ച് നമ്മളൊക്കെ ചുംബിക്കും, തങ്ങന്മാരെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കും, തങ്ങന്മാരെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ നടത്തിക്കും, ദുആ ചെയ്യിപ്പിക്കും. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മതം എന്താണ്? അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, അവരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല, ചുംബിക്കുന്നതിന് പകരം അത്തരം കൈകൾ വെട്ടിക്കളയണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതം. ഇത് പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നിഷ്കളങ്കരായ തങ്ങന്മാര് പോലും ചിലപ്പോൾ അവരെ വഞ്ചനയിൽ കുടുങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഒരു പ്രബോധനം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. തങ്ങന്മാരെ സംബന്ധിച്ചു അവർ എഴുതി വെച്ചത് എന്താണ്? ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു പാപമാണ് ആഭിജാത്യം. ആഭിജാത്യം എന്ന് എന്താണെന്ന് ശേഷം മനസ്സിലാവും. അനിസ്ലാമിക കാലത്തെ അറബികളിൽ ഈ ദുഷിച്ച സ്വഭാവം മൂടർച്ചു പോയിരുന്നു. അതിനെ കടപുഴക്കി എറിയാനായി ഇസ്ലാം മത പ്രവാചകൻ തെല്ലൊന്നുമല്ല ക്ലേശിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ശേഷം പറയാണ്, എന്നാൽ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും, സുബ്ഹാനല്ലാഹ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം കഴിഞ്ഞതിന് ശേഷവും ധാരാളം ബദരീങ്ങളും അല്ലാത്തവരുമായ സ്വഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പറയാണ്, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറേബ്യൻ ജാഹിലിയ്യത്ത് ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. ആഭിജാത്യം ജാഹിലിയ്യത്ത്, ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. അറബികളുടെ കണ്ണിൽ മറ്റുള്ളവര് നിന്ദ്യരും നികൃഷ്ടരുമായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. സുബ്ഹാനല്ലാഹ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണവും സഹാബത്തിന്റെ ജീവിതവും ഒക്കെ തെറ്റാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ എല്ലാ നിരീശ്വരവാദികളെയും എല്ലാ നിർമ്മതവാദികളെയും നിർമ്മിച്ചുണ്ടാക്കിയത് ഈ പുത്തനാശയക്കാരാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തില്ലേ തറാവീഹ് 20 നടപ്പാക്കിയത്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തില്ലേ ജുമുഅക്ക് 2 ഭാഗം നടപ്പാക്കിയത്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് അതേ ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു വലിയ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലാക്കി ക്രോഡീകരിച്ചത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തല്ലേ 3 തലാഖ് ചൊല്ലിയാൽ 3 ആണെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച് എല്ലാവരെയും അറിയിച്ചത്. നേരത്തെ തന്നെ നിയമം അങ്ങനെയാണ്, അതെല്ലാവരെയും വിളിച്ചുകൂട്ടി അറിയിച്ചത്. അറബികളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആരോപണം നോക്ക് നിങ്ങൾ. അവരുടെ കൺമുമ്പിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞതോടുകൂടി അറബികളല്ലാത്തവരൊക്കെ നിന്ദ്യരും നികൃഷ്ടരുമായി പോലും. എന്ന് പറയാണ്, തങ്ങൾക്ക് സയ്യിദുകൾ യജമാനന്മാർ എന്നും അജമികൾക്ക് മൗലകൾ അടിമകൾ എന്നും അറബികൾ പേരിട്ടു. അപ്പോ അറബികൾക്ക് സയ്യിദ് എന്ന് പേരിട്ടു, അനറബികൾക്ക് മൗല എന്ന് പേരിട്ടു. ഇതേ ജമാഅത്ത് ഇസ്ലാമിക്കാര് അവരുടെ നേതാവായ സ്ഥാപക നേതാവായ മൗദൂദിയെ സംബന്ധിച്ച് മൗലാന എന്നാ പറയല്. അപ്പോ നമ്മളെ അടിമ എന്നായിരിക്കും അതിന്റെ അർത്ഥം എന്ന് വിചാരിക്കുക നമ്മൾ. ഏതായിരുന്നാലും ശരി, മൗല എന്ന് പറഞ്ഞാൽ അടിമ എന്നാണല്ലോ, സയ്യിദ് എന്ന് പറഞ്ഞാൽ യജമാനൻ, അങ്ങനെയാണ്. അപ്പൊ സയ്യിദ് എന്നും അവർ പറയാറുണ്ട് മൗദൂദിയെ സംബന്ധിച്ച്. അതും ഈ ദുഷിച്ച ആഭിജാത്യം അവർ പിന്തുടർന്നതായിരിക്കും എന്ന് നമ്മൾ കരുതുക. എന്ത് ചെയ്യാനാ? ഇനി അതിന്റെ ശേഷം പറയാണ്, അറേബ്യൻ ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റിക്കുള്ളിൽ നഗ്നമായി നിലനിൽക്കുന്നു. അറേബ്യയിൽ നിന്ന് ഇതര ദേശത്ത് വരുന്ന ആൾ സയ്യിദും ബ്രാക്കറ്റിൽ യജമാനൻ തങ്ങളുമാണ്.
അപ്പൊ സയ്യിദ് പറഞ്ഞാൽ തങ്ങൾ എന്നൊക്കെയ അർത്ഥം. അത് അറേബ്യൻ രാജ്യത്ത് വന്ന തങ്ങളോ. അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ, ആരാധിക്കണം. തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും ഇവിടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ ശേഷത്തിന് ശേഷമുള്ള അറബികളും മുസ്ലിമീങ്ങളും ഒക്കെ പഠിപ്പിച്ചത്. തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും. അങ്ങനെ ഞങ്ങളാരും കേട്ടിട്ടില്ല, ഒരു മുസ്ലിമും കേട്ടിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയില്ല. ഇനി അതിന്റെ ശേഷം കേട്ടോളൂ. കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. തങ്ങന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്നാൽ ആരാധനയാണോ? ബാപ്പയും ഉമ്മയും വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഞങ്ങളൊക്കെ. അത് ബാപ്പക്കും ഉമ്മക്കും ആരാധനയാണോ? അതിനെ ആരാധനയാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി. അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. അവരുടേന്നല്ല, തങ്ങന്മാരെ പറ്റി പറഞ്ഞ അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ്, ആ കൈ ഛേദിച്ചു കളയുകയാണ് ഈ ചുംബനത്തെക്കാൾ ഉത്തമം. അപ്പോ കൈവെട്ട് അവരുടെ പരിപാടിയാണല്ലോ. അത് പലരുടെ തങ്ങന്മാരൊന്നും വെട്ടണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പറയുന്നത്. അങ്ങനെ ആ കൈ ഛേദിച്ചു കളയുകയാണ് ചുംബിക്കുന്നതിനേക്കാൾ ഉത്തമം. അതിന്റെ ശേഷം പറയാം, തങ്ങന്മാരെല്ലാം അഹ്ലു ബൈത്താണ് അത്രേ. അഹ്ലു ബൈത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആന്റേതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പത്നിമാർക്കാണ് ഖുർആൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവരൊക്കെ നബിയുടെ പത്നീപദം സ്വീകരിച്ചത് എപ്പോഴാണാവോ? അതായത് തങ്ങന്മാരൊക്കെ എപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരായത് എന്നാണ് പ്രബോധനം ചെയ്യുന്നത്. ഇങ്ങനെ അഹ്ലു ബൈത്ത് എന്ന് അവർക്ക് പറയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. നബി കുടുംബത്തെ വിളിച്ച് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ നിർബന്ധമാക്കിയതാണ് നിങ്ങളെ സ്നേഹിക്കൽ. ആ അഹ്ലു ബൈത്ത് എന്ന പേര് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. അപ്പോ ഇവർ ചോദിക്കുക, ഈ തങ്ങന്മാര് എപ്പോഴാ നബിന്റെ പത്നിമാരായത്, ഭാര്യമാരായത്? ഭാര്യമാർക്കല്ലേ അഹ്ലു ബൈത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇവർ പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ്, മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനമൊന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല. അതിനാൽ അവിടുത്തേക്ക് പിന്മുറക്കാരില്ലായിരുന്നു. നബിതങ്ങൾക്ക് പിന്മുറക്കാരില്ല. അതെ, റസൂലുള്ളാഹിന്റെ ശത്രു പറഞ്ഞതാണ്, ഇന്ന സാനിയകഹുൽ അബ്തർ എന്ന് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിനെ കുറിച്ചാണ്. ആ ശത്രു പറഞ്ഞ അതേ ആശയം ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുകയാണ്. ഇനിയും കേട്ടോളൂ. ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. സ്ത്രീ സന്തതികളുടെ മക്കൾ അന്യ തറവാട്ടുകാരത്രേ. സുബ്ഹാനല്ലാഹ്. ഇനിയും പറഞ്ഞു കേട്ടോളൂ. എന്നിരിക്കുമ്പോൾ വല്ലവനും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ല അത്. അവരുടെ തങ്ങന്മാരെ പറ്റി നമ്മളൊക്കെ പറയും, അതെ മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. സയ്യിദ് അലി ബാബ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. പാണക്കാട് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. മുമ്പുൽ തങ്ങന്മാര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ് എന്ന് മുസ്ലിമീങ്ങളൊക്കെ പറയും. അത് ശുദ്ധ ബോഷ്കല്ലാതെ മറ്റെന്താണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി ചോദിക്കുന്നത്. അങ്ങനെ പേരക്കുട്ടിയൊന്നുമില്ല. എന്തേ? അതിന് തെളിവെന്താണ്? തെളിവ് ശരീഅത്ത് പറയാണ്. ആര്? ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ശരീഅത്ത് എന്താണ്? അതെ, നബിതങ്ങൾക്ക് ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല. അതിനാൽ പിന്മുറക്കാരില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. ഇന്നാലില്ല. ആരാണ് ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കേണ്ടത്? ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂലാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നാണ് വിശ്വസിച്ചത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, നിശ്ചയം എന്റെ ഈ മകൻ സയ്യിദാണ്. സയ്യിദ് എന്ന പേര് ഖുലഫാഉർ റാഷിദീങ്ങളെ ശേഷം ആരെങ്കിലും ചാർത്തി കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ്. ഇന്ന ബിനി ഹാദാ സയ്യിദുൻ. ആർക്കാണ് നബി തങ്ങളെ പേര് വിളിച്ചത്? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം മകൻ അഥവാ ആൺകുട്ടിക്കല്ല, മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇന്ന ബിനി ഹാദാ സയ്യിദുൻ,
എന്റെ ഈ മകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ റസൂലുള്ള പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കാൻ തയ്യാറല്ല, ബുഖാരിയിലെ ഹദീസ് സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ എന്ന് മകളുടെ മകനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കടുത്ത പിഴവാണെന്ന് വാദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ പിഴച്ച ആളായി ജമാഅത്തെ ഇസ്ലാമി ചിത്രീകരിക്കുന്നു. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മകളുടെ മകനെ സംബന്ധിച്ച് ഇന്നബിനി ഹാദാ, ഇത് എന്റെ മകൻ എന്ന് പ്രയോഗിച്ചതിനാൽ എല്ലാ ഇമാമികളും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രത്യേകതകൾ പലതുമുണ്ടല്ലോ. അതിലൊന്നാണ് അവിടുത്തെ പെൺകുട്ടികളുടെ മക്കൾ, സന്താന പരമ്പരയിൽ അതേ പെൺകുട്ടികളുടെ മക്കൾ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കൾ തന്നെയാണ്, സ്വന്തം മകൻ തന്നെയാണ്. അതാണ് നബി തങ്ങൾ ഇന്നബിനി ഹാദാ സയ്യിദുൻ, നിശ്ചയം എന്റെ ഈ മകൻ എന്ന് തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. ഇനിയോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പേരക്കുട്ടികളില്ലെന്നും തങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ലെന്നും എഴുതിയിട്ട് അവസാനം എഴുതുന്നത് കണ്ടോ. ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയ്യത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലി ബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം. അഹ്ലി ബൈത്തിലുള്ള വിശ്വാസവും തങ്ങന്മാരുള്ള വിശ്വാസവും അത് പഴയ ജാഹിലിയ്യത്താണ്. അബൂജഹലും ഉത്ബത്തൊക്കെ നടത്തി വന്ന ജാഹിലിയ്യത്താണെന്ന് പ്രബോധനം എഴുതുകയാണ്. എന്നിട്ട് പറയാണ് ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ വഞ്ചന നിങ്ങളൊന്ന് ആലോചിക്കണം. തങ്ങന്മാരെ കൈവെട്ടിക്കളയണമെന്നും അവർ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലെന്നും അങ്ങനെ പേരക്കുട്ടി എന്ന് പറയാൻ പാടില്ലെന്നും നബി തങ്ങളുടെ പേരക്കുട്ടികളെ ഇത്രയും നിന്ദിച്ച് സംസാരിച്ചിട്ട് അവരുടെ കൈവെട്ടണമെന്ന് വരെ ചുംബിക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കുകയല്ല, അവരെ കൈവെട്ടുകയാണ് വേണ്ടതെന്നും എഴുതി വെച്ച തീവ്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത് ഈ മുസ്ലിം സമുദായം ഒന്നടങ്കം മനസ്സിലാക്കണം. പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. അതേ ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖലിഹിമുസ് സുൽത ലബിസ മാ കാനൂ യസ്നഊൻ. പണ്ഡിതന്മാർ ഇത്തരം വിവരക്കേടുകൾ പറയുമ്പോൾ അതിൽ മൗനം ദീക്ഷിക്കാൻ പാടില്ല. അതേപോലെ ഇത്തരത്തിലുള്ള വഞ്ചന നടത്തുമ്പോൾ മൗനം ദീക്ഷിക്കാൻ പാടില്ല. അവർ മൗനം ദീക്ഷിച്ചാൽ അവർക്ക് പടച്ചവന്റെ ലഅനത്തുണ്ടാകും, പണ്ഡിതന്മാർക്ക് ലഅനത്തുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളോട് ഇവർക്ക് ഇത്രയും വലിയ വിരോധം? അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ വിരോധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് നബി കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിക്ക് എങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കാൻ കഴിയും? ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം 981 ഡിസംബറിൽ എഴുതിയത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിൽ തന്നെ അവർക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ല. ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞല്ലോ, ആ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉന്നതമായ മഹത്തായ ശരീരത്തെ കുറിച്ച് എഴുതി വെച്ചത് എന്താണ്? പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ.
അപ്പോ അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിക്കുമെന്നതിന് തെളിവ് ഖുർആനല്ല, ഹദീസല്ല, ഇജ്മാ അല്ല, ഖിയാസ് അല്ല, ഇമാമിങ്ങളുടെ വാക്കുകളല്ല. പിന്നെന്താ തെളിവ്? അവന്റെ യുക്തി. അവന്റെ യുക്തി എന്താണ്? അങ്ങനെയാണ് പുറത്ത് തന്നെ വെച്ചാ പോരെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടാൽ മരണപ്പെട്ടവരെ മറവ് ചെയ്യണമെന്നും, അമ്പിയാക്കൾ വഫാത്തായാൽ വഫാത്തായ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണമെന്നും പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ ശരീഅത്തിന്റെ നിയമമാണ്. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യണം. അതാണ് ദീനുൽ ഇസ്ലാം. അതിനപ്പുറം പോകാൻ പറ്റൂല. അല്ലാതെ അവരെ ശരീരം ജീർണിക്കുന്ന വകയിൽ അല്ല. മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷവും മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്നല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? ഖുർആൻ തന്നെയല്ലേ അത് നമ്മളെ പഠിപ്പിച്ചത്? മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആ മൂസാ നബി അലൈഹിസ്സലാം അടക്കം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടും ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചിട്ടും ജീർണിച്ചു നശിച്ചു എന്നല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വിശ്വാസം. അപ്പൊ ആകയാൽ അവർക്ക് ഒരാളിൽ വിശ്വാസമില്ല. മൗദൂദിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പൊ വലിയ കുറ്റക്കാരും വലിയ മോശക്കാരുമാണ് അമ്പിയാക്കളെന്നും അവർക്കൊരു പ്രത്യേകതയുമില്ലെന്നും വിശ്വസിക്കുന്ന ടീമാണ് ജമാഅത്ത് ഇസ്ലാമി. ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം.